അതുപോലെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ ഈ സമയം ഓർക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധികള്, കടഭാരങ്ങള്, അതുപോലെ ജീവിതത്തിന്റെ പലവിധങ്ങളായ ദുഃഖങ്ങള്, നിരാശകള്, സങ്കടങ്ങള്, തകർച്ചകള്, നൊമ്പരങ്ങള് എന്തുമായിക്കൊള്ളട്ടെ, എല്ലാറ്റിനും പരിഹാരമായ രക്ഷകനായ യേശുവിന്റെ സ്നേഹം, സൗഖ്യം, കരുണ നമ്മളെല്ലാവരിലും നിറയാൻ വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കാരണം ദൈവം സ്നേഹമാ. എല്ലാവരിലേക്കും ദൈവസ്നേഹം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശുനാഥന്റെ ജീവന്റെ വചനം ഇവിടെ പ്രഘോഷിക്കപ്പെടുമ്പോൾ ജീവന്റെ വചനം, സൗഖ്യദായകമായ വചനം, രക്ഷയുടെ വചനം, സമാധാനത്തിന്റെ വചനം, സ്നേഹത്തിന്റെ വചനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ എന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുക. ഈശോ പറഞ്ഞു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത് എന്തും നിങ്ങൾക്ക് ലഭിക്കും. ഈശോ പറഞ്ഞു, ഞാൻ വന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി നൽകാനും അത്രേ. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഈശോ പറയുകയാണ്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന്